അതിമാനുഷ്യന്റെ ഭാവത്തിൽ നിന്നുള്ള സ്വാഭാവിക വളർച്ചയെന്ന് വെച്ചാൽ പിന്നെ ദൈവപദത്തിലേക്കുള്ള ഉയർച്ചയാണ്. അതിന്റെ ഭാഗമായി ധ്യാനവും പൂജയും യാഗവും ഒക്കെ നടത്തി ഒരു തപസ്സു പോലെയാണ് ദൈവിക മനുഷ്യനിലേക്ക് മോദിജി പതിയെ പതിയെ ചുവടുവെച്ചത്. പുരോഹിതനായും ആചാര്യനായും ഒക്കെ ഇതിനിടയിൽ വേഷം കെട്ടി. അങ്ങനെ മേലാകെ നീലച്ചായമായപ്പോൾ താനൊരു കുറുനരിയല്ല, സിംഹത്തെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കാനായി പിന്നത്തെ ശ്രമം. സ്വന്തം പാവയായ നദ്ദയെ കൊണ്ട് അക്കാര്യം ആലോകരോട് വിളിച്ചു പറയുകയും ചെയ്തു. ഇനി ആരുടെയും സഹായം വേണ്ട, മോദിജി സ്വന്തം നിലയിൽ ദൈവപദം പൂകിക്കഴിഞ്ഞു. തന്നെ താനാക്കിയ RSSന് ഇനി നാഗ്പൂരിൽ പേൻ നോക്കിയിരിക്കാം എന്നുപോലും നദ്ദാജിയെ കൊണ്ട് പറയിപ്പിച്ചു. ഇത് കേട്ടയുടനെ എങ്കിലൊന്ന് നോക്കാമെന്നായി നാഗപ്പൂരിലെ സിംഹം. തെരഞ്ഞെടുപ്പ് മഴ കഴിഞ്ഞപ്പോൾ കണ്ടത് മേലാസകലം പൂശിയ നീലച്ചായം ഇളകിയൊലിച്ചു പോകുന്നതാണ്. വെറും കുറുനരിയുടെ രൂപത്തിലേക്ക് മോദിജി തിരിച്ചു വരുന്നതാണ് ജനം കണ്ടത്. അതോടെ പേൻ നോക്കിയിരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സിംഹം